നാളെ മുതൽ ആരംഭിക്കുന്ന രാമനവമി ആഘോഷത്തിൽ ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശിലെ ഭോപ്പാലിലും ഇൻഡോറിലും മാംസം വിൽക്കുന്നതിന് നിരോധനം. മഹാവീർ ജയന്തിക്കും ബുദ്ധപൂർണിമയ്ക്കും ഇറച്ചിക്കടകൾ തുറക്കരുത് എന്നാണ് നിർദ്ദേശം. ഏപ്രിൽ 6, 10, 12 തീയതികളിലാണ് മാംസ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, കഴിഞ്ഞ തവണ ഈ വിധത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചതും ഒപ്പം തന്നെ ഈ വ്യാപാരികളുടെ കടകളുടെ മുമ്പിൽ അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന വിവിധ BJP ഭരണ സർക്കാരുകളുടെ തീരുമാനവും വിവാദത്തിലായിരുന്നു. അത് ആവർത്തിക്കുകയാണ് ഈ വർഷവും. അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന 2 നഗരസഭകളാണ്, കോർപ്പറേഷനുകളാണ് ഭോപ്പാലും അതുപോലെ ഇൻഡോറിലും. ഇതാണ് പുതിയൊരു, കാരണം UP-യിൽ ഇത് ഭരണശീലൊക്കെ ഭരണശീൽ മാത്രമേ നമ്മൾ ലഭിച്ചുള്ളൂ. മധ്യപ്രദേശിലേക്ക് ഇത് വരുമ്പോൾ ഇത് 3 ദിവസമാണ് ഈ മാസത്തിൽ മാംസ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്. അത് മഹാനവമിക്ക് മാത്രമല്ല, നാളെയുള്ള 6-ാം തീയതിയുള്ള മഹാനവമിക്ക് മാത്രമല്ല, മഹാവീർ ജയന്തി അതേപോലെ തന്നെ ബുദ്ധ ദിനം, ഈ ദിനത്തിനൊക്കെ തന്നെ മാംസം നിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, മധ്യപ്രദേശിൽ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു നഗരസഭയുടെ കോർപ്പറേഷൻ വഴി ഇത്തരമൊരു നിരോധനം നടപ്പിലാക്കി വരുന്നത്. UP-ക്ക് ശേഷം മധ്യപ്രദേശിൽ മാംസാഹാരത്തിന് നിയന്ത്രണം വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഉജ്ജയിൻ അടക്കമുള്ള ടെമ്പിളുകളും അല്ലെങ്കിൽ ഉജ്ജയിൻ അടക്കമുള്ള ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് മധ്യപ്രദേശ്. ഇതുവരെ ഇക്കാര്യത്തിൽ മധ്യപ്രദേശിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടികളോ ഇത്തരത്തിലുള്ള നിരോധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ജബൽപൂരിൽ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇപ്പോൾ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നു മധ്യപ്രദേശിലും എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ്. ശരത്ലാലാണ് കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. രാമനവമി ആഘോഷം പ്രമാണിച്ച് ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ.